السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇസ്ലാമിക് സെന്റർ അലുമിനി സംഘടിപ്പിക്കുന്ന ടോക്ക് സീരീസിലെ സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു സെഷനാണ്. അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സെഷൻ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് 1999 ബാച്ച് സിവിൽ പാസ് ഔട്ട് അജീഷ് അസ്ലം ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സക്കാത്ത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പില്ലറാണ്. അത് ഒരുപക്ഷെ സൊസൈറ്റിയെ ബാധിക്കുന്ന, സൊസൈറ്റിയെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന, ലോകം എപ്പോഴും ഒരുപാട് പ്രശംസിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം സൊസൈറ്റിയെ ശക്തമാക്കുന്നതിൽ സക്കാത്തിനുള്ള പങ്ക് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. എങ്കിലും ഇസ്ലാമിക ലോകത്തും വിശ്വാസികൾക്കിടയിലും സക്കാത്ത് എപ്പോഴും ഒരു പസിലായിട്ട് തന്നെ നിൽക്കുകയാണ്. പലപ്പോഴും സക്കാത്തിനെ കുറിച്ചുള്ള സംശയങ്ങളും പഠനങ്ങളും ഒന്നും തീരാത്ത രീതിയിൽ എപ്പോഴും ചർച്ചകളായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ് അജീഷ് ചെയ്യുന്നത്. അജീഷ് 3 PG അദ്ദേഹത്തിനുണ്ട്. MBA, അതോടൊപ്പം എഞ്ചിനീയറിംഗിൽ PG ഉണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിയിലും അദ്ദേഹം PG ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈസ് എ മെന്റർ ടു മെനി ഫേംസ്. അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ തന്നെ ഒരു അവർ ഓൺ ബഡി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രസന്റേഷനിലേക്ക് വെൽക്കം ചെയ്യാം. അജീഷ്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? സമയത്ത് ക്ലിയർ ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. എന്താണ്, ഞാൻ ഒരു വലിയ പണ്ഡിതനൊന്നുമല്ല, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. എനിക്കിങ്ങനെ ഓരോന്ന് ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടുമ്പോൾ വായിക്കാറുണ്ട്. പഠിത്തം ഒരു പാഷനാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സക്കാത്തിനെ കുറിച്ചിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് എടുക്കാൻ ഒരു ചാൻസ് കിട്ടി. അതിനുള്ള ഒരു മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറായിട്ടുള്ള ചെറിയ സക്കാത്തിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും, അപ്പം എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ കേസിൽ എങ്ങനെയാ വരിക, ഇപ്പം നമുക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ഓക്കെ, അപ്പം നമ്മൾ താമസിക്കാത്ത സ്ഥലമാണ്, വിൽക്കാൻ വേണ്ടി വെച്ചൊരു സ്ഥലമാണ്. പക്ഷെ നമ്മളെടുത്ത് വിറ്റാലല്ലേ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? അങ്ങനത്തെ കുറെ പ്രാക്ടിക്കലായിട്ടുള്ള കുറെ സംശയങ്ങളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് കുറെ റിസർച്ച് ചെയ്യാനൊരു ചാൻസ് കിട്ടി. കുറച്ച് പണ്ഡിതന്മാരുടെ അടുത്ത് സംസാരിച്ചു. മെയിനായിട്ടുള്ള റെഫറൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഈ സക്കാത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഷോർട്ടായിട്ട് ഒരു ലെറ്റ്സ് ഒരു 20 മിനിറ്റ്സിൽ പ്രസന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വായിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത്, കാരണം ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ വ്യൂ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് ഫുള്ള് വായിച്ചിരിക്കണമെങ്കിൽ ടേക്ക് ആൾമോസ്റ്റ് ഒരു 10 hours ഒക്കെ വായിച്ചാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാഫ് ആൻ അവർ ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്ത് 3 ബുക്സാണ് മെയിനായിട്ട് റെഫർ ചെയ്തത്. പിന്നെ ചില ഓൺലൈൻ സോഴ്സസ് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും റെഫറൻസ് ഉണ്ട്, ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഫെർദർ സ്റ്റഡി ചെയ്യണം, കാരണം ഓരോ ആൾക്കാരുടെ കേസും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ ചില എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലർ UK-ലാണ്, ചിലർ US-ലാണ്. അപ്പൊ എവ്രി സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് എന്താണ് വൺ പാരസെറ്റമോൾ ഫോർ ഓൾ, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബേസിക് കിട്ടിയതിന് ശേഷം നമ്മുടെ പെർട്ടിക്കുലർ കേസ്
നമ്മൾ ഒരു എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്കോളറെ എടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ ഒന്ന് റീകൺഫേം ചെയ്യണം. ഓക്കെ, അതാണ്. ദിസ് ഇസ് നോട്ട് ദി സിമ്പിൾ സൊല്യൂഷൻ ഫോർ ഓൾ കേസസ്. അതാണ് പറയാനുള്ള കാര്യം. കാരണം എവറി കേസ് ഇസ് ഡിഫറെന്റ്. ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ UAE കേസ് അല്ല US കേസ്, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഓരോ ഡിഫറെന്റ് കേസും ആ ഒരു സിറ്റുവേഷനും അപ്പൊ ആ ഒരു സ്കോളേഴ്സ് സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഫോർ എനിത്തിങ് സ്പെസിഫിക് പ്ലീസ് റെഫർ ടു ദി റിലീജിയസ് സ്കോളർ ഇൻ യുവർ കമ്മ്യൂണിറ്റി, ഓക്കെ, ഇൻ യുവർ ജിയോഗ്രഫിക്കൽ ഏരിയ ഓൾസോ. അതാണ് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സക്കാത്തിനെ കുറിച്ചിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാണ്? വാട്ട് ഇസ് ദി പർപ്പസ്? നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് ആക്ച്വലി നമ്മളെടുത്ത് വേറൊരാളുടെ ഒരു പൊസഷൻ നമ്മളെ കയ്യിലുണ്ട്. അതാണ് നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു അപ്രോച്ച് അതായിരിക്കണം. സക്കാത്ത് നമ്മുടേതല്ല. ഇറ്റ് ഡസൻ ബിലോങ് ടു അസ്. നമുക്ക് അള്ളാഹ് തന്ന സ്വത്തില് ദർ ഇസ് എ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ദാറ്റ് ഇസ് ബിലോങ്ങിങ് ടു സംബഡി എൽസ്. അപ്പൊ അവരുടെ കറക്റ്റ് ആൾക്കാരെ അടുത്ത് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അത് എത്തിക്കുമ്പോൾ നമ്മുടെ നീയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ആൾ എന്ത് നീയത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നമൽ അമാലു ബിൻ നിയാത്ത് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ നീയത്ത് പോലെയാണ് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടുക. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ? അപ്പൊ ഞാൻ ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളെടുത്ത് എല്ലാവരുടെ അടുത്തും എക്സ്പാട്രിയേറ്റ്സിന്റെ അടുത്തൊക്കെ കുറെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മളതൊന്നും താമസിക്കുന്ന സ്ഥലമല്ല. ഇറ്റ് ഡസൻ ബിലോങ് ടു അസ് ആക്ച്വലി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശരിക്കും അതെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഇരുന്നിട്ട് വാട്ട് ഈസ് അവർ റിയൽ ഇന്റൻഷൻ? ആർ വി ഗോയിങ് ടു ലിവ് ദർ? ആ ഒരു സ്ഥലം ഞാൻ താമസിക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണോ, അതോ ഞാൻ മറിച്ച് വെക്കാൻ വേണ്ടിയ സ്ഥലമാണോ? മറിച്ച് വെക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വില കിട്ടിയാൽ വെക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണെങ്കിൽ അതിന് സക്കാത്ത് അപ്ലിക്കബിൾ ആണ്. അല്ലാതെ വെറുതെ അത് വിൽക്കുമ്പം പൈസ കൊടുക്കാന്നല്ല. ദാറ്റ് നമ്മളൊരു അള്ളാന്റെ അടുത്ത് ഒരു കടം കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അതിന് കൊടുക്കാനുള്ള പൈസ നമ്മളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വെനെവർ വി ആർ സെല്ലിംഗ് ദാറ്റ് പ്രോപ്പർട്ടി വി ഹാവ് ടു പേ ഓഫ് ദാറ്റ് സക്കാത്ത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് ഞാൻ ക്ലാരിഫൈ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി നമുക്കൊരു ചെറിയ ബ്രീഫ് പ്രസന്റേഷനിലേക്ക് പോവാം. ബട്ട് എനി ടൈം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ടൈപ്പ്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. പിന്നെ പ്രസന്റേഷന് ശേഷം ഇൻഷാല്ലാ വിൽ ഗിവ് ഫ്യൂ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന് വിൽ ഗിവ് എ ചാൻസ് ഇൻഷാല്ലാ. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ സമത്ത്? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഡൈവ് ചെയ്യാം, ഈ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഇതിനകത്ത് ഖുറാനിലെ ഒരു ആയത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വഖീമുസ് സ്വലാത്ത വആതു സകാത്ത വർകഉ മഅർ റാഖിയീൻ. ഖുറാനിലെ സൂറത്തുൽ ബഖറയിലെ 43rd ആയത്താണ്. ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രേയർ ആൻഡ് ഗിവ് സക്കാത്ത് ആൻഡ് ബോ വിത്ത് ദോസ് ഹു ബോ ഇൻ വർഷിപ്പ് ആൻഡ് ഒബീഡിയൻസ്. അത് നമ്മൾ ഖുറാനിൽ പല സ്ഥലത്തും നമ്മൾ സക്കാത്തും സലാത്തും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോർ ദൻ 27 പ്ലേസസ് ഇൻ ദി ഖുറാൻ. പിന്നെ എന്താണ് വഖീമുസ് സ്വലാത്ത് വാത്തു സക്കാത്ത്. അതുപോലെ സല പറഞ്ഞ ഉടനെ, നിസ്കാരം പറഞ്ഞ ഉടനെ അതിനോട് ക്ലബ് ചെയ്തിട്ട് സക്കാത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പില്ലർ. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ് സക്കാത്ത്. ഇതാണ് എൻ്റെ റെഫറൻസസ്. ഞാൻ മെയിനായിട്ട് ഈ പുസ്തകങ്ങളാണ് നോക്കിയത്. ഇത് സക്കാത്ത് എന്താണ് തിയറി ആൻഡ് പ്രാക്ടീസ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇദ്ദേഹം റെഫർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഫിഖ്ഹുസ്സക്കാത്ത് എന്ന് പറഞ്ഞത്. ഫിഖ്ഹുസ്സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെക്കൻഡ് റെഫറൻസ് അതാണ്. അത് ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ 6 years ഓഫ് റിസർച്ച് ആണ്. അദ്ദേഹം റിസർച്ച് ചെയ്ത സബ്ജക്ട് വാസ് അബൌട്ട് സക്കാത്തിന്റെ ഓരോരോ കേസും. അപ്പൊ അത് ഇനിഷ്യലി 1968 അത് പ്രസന്റ് ചെയ്തത്. പിന്നെ അത് അതിന്റെ ഈവൻ റീസെന്റ് പബ്ലിക്കേഷൻസ് വരെ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്ത വേർഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നല്ലൊരു റെഫറൻസ് ആണ്. മോർ ദൻ 300 pages ഉള്ള റെഫറൻസ് ആണ്. അതിന്റെ സോഫ്റ്റ് കോപ്പി ഈസ് അവൈലബിൾ വിത്ത് മീ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ ഷെയർ. പിന്നെ അതേപോലെ മൂന്നാമത്തെ ഒരു ബുക്ക് സക്കാത്ത് നിയമങ്ങളും ചട്ടങ്ങളും. അത് മലയാളത്തിലുള്ള ഒരു സിമ്പിൾ ബുക്കാണ്. അപ്പൊ ഈ 3 പുസ്തകങ്ങളാണ് മെയിൻ ആയിട്ട് റെഫർ ചെയ്തത്. അതിന് പുറമെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് തന്നെ ഒരു
അസീം, എൻ്റെ ബാച്ച്മേറ്റ് ആണ് അസീം. അസീം എനിക്ക് തന്ന ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിഖ്ഹുസ്സുന്നയുടെ ഓൺലൈൻ റെഫറൻസ് ആണ്. അപ്പോൾ ഈ പ്രസന്റേഷൻ ഐ വിൽ ഷെയർ, ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവൈലബിൾ ആക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല, ഈ റെഫറൻസും ഇതെല്ലാം പ്രസന്റേഷനും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കാം. ഓക്കെ. പിന്നെ അതേപോലെ സക്കാത്ത് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വെരി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു എക്സൽ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയും 4-5 റെഫറൻസസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു പ്രസന്റേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഔട്ട്ലൈൻ, പ്രസന്റേഷൻ ഔട്ട്ലൈൻ ഇസ് ബേസിക്കലി വാട്ട് ഇസ് സക്കാത്ത്, ഹൂ ഓൺസ് ദി വെൽത്ത്, ഹൂ ഇസ് എലിജിബിൾ ടു റിസീവ് സക്കാത്ത്. നേരത്തെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സമദ് ഓതിയ സൂറത്ത് തൗബയിലെ 60ാമത്തെ ആയത്താണ് ഹൂ ഇസ് എലിജിബിൾ ടു റിസീവ് സക്കാത്ത് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് എക്സാക്ട്ലി ഈസ് നിസാബ്, നിസാബിന്റെ എന്താണ്, വാട്ട് ഇസ് നിസാബ് ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ്, ഹൗ ടു കാൽക്കുലേറ്റ് ദി നിസാബ്, ആൻഡ് സക്കാത്തിന്റെ ഒരു പ്രാക്ടിക്കൽ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇൻഷാല്ലാഹ്. ഓക്കെ. എന്താണ് സക്കാത്ത്? സക്കാത്തിന്റെ അറബിക് മീനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടു മെയിൻ മീനിങ്സ്. ഒന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ്, ഓക്കെ, ടു ഇൻക്രീസ് എന്നുള്ള ഒരു മീനിങ്. പിന്നെ അനദർ വൺ ഇസ് ടു പ്യൂരിഫൈ. ദീസ് ആർ ദി ടു മീനിങ്സ്. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന പൈസ ആക്ച്വലി വി ആർ ഡൂയിങ് എൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഓരോ കൊല്ലം നമ്മൾ സക്കാത്ത് കൊടുക്കും തോറും നമ്മുടെ പൈസ ഇസ് ആക്ച്വലി ഗ്രോയിങ്. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ട് ആരും ഇതുവരെ പാപ്പറായിട്ടില്ല. മനസ്സിലായി? ദ മോർ യു ഗിവ്, അല്ലാഹ് വിൽ ഇൻക്രീസ് ഇറ്റ് ഡബിൾ ഓർ ട്രിപ്പിൾ. മനസ്സിലായില്ല? അതാണ് അതിന്റെ ഒരു നമുക്ക് റിയൽ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം. അതേമാതിരി സെക്കൻഡ് പറഞ്ഞതുപോലെ സക്കാത്ത് ടു പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ വെൽത്ത്. നമുക്ക് എന്ത് പൈസ കിട്ടിയാലും അത് ഹലാലാക്കണമെങ്കിൽ, ടു മേക്ക് ഇറ്റ് ഹലാൽ, വി ഹാവ് ടു ഗിവ് സക്കാത്ത്. റൈറ്റ്? പിന്നെ സക്കാത്ത് തേർഡ് പില്ലർ ഓഫ് ഇസ്ലാം, നേരത്തെ പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി, ഓപ്ഷണൽ അല്ല. സക്കാത്ത് ഇസ് ഒബ്ലിഗേറ്ററി. പിന്നെ വേർഡ് സക്കാത്ത് ഇസ് മെൻഷൻഡ് ഇൻ ഖുറാൻ 13 times, സ്പെസിഫിക്കലി സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും സദക്ക എന്നൊക്കെ മാറിയിട്ട് എന്താണ് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സെവറൽ ടൈംസ്. പക്ഷെ 27 times സക്കാത്ത് സലാത്തിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹിജ്രി, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയിട്ട് അവിടെ ഗവൺമെന്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ശേഷം സെക്കൻഡ് ഇയർ ഓഫ് ഹിജ്രിയിലാണ് സക്കാത്ത് വാസ് മാൻഡേറ്റഡ്. പിന്നെ എങ്ങനെയാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് യുവർ സേവിങ്സ്. സക്കാത്ത് ഇസ് നോട്ട് എൻ ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് അല്ല, നമ്മുടെ ഇൻകത്തിനല്ല. അല്ലാഹ് ഇസ് വെരി കൈൻഡ്. നമ്മൾ കിട്ടുന്ന പൈസന്റെ സാലറി കിട്ടുന്ന ഫുൾ എമൗണ്ടിന്റെ 2.5% അല്ല സക്കാത്ത്. സക്കാത്ത് നമ്മളെ വാട്ട് എവർ യു ഗെറ്റ് ഇൻ, വാട്ട് എവർ യു സ്പെൻഡ് ഔട്ട്, അതിന്റെ ആ ഒരു ബാലൻസ് ഷീറ്റ് ഇല്ലേ, അക്കൗണ്ട്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഒരു അസറ്റ്സും ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ 2 കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് കിട്ടും. ദിസ് ഇസ് മൈ നെറ്റ് വർത്ത് അല്ലേ? അങ്ങനെ നമ്മുടെ ഒരു വൺ ഇയറിലെ നമ്മുടെ നെറ്റ്, നമ്മുടെ സേവിങ്സിന്റെ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് എവറി ഹിജ്രി ഇയർ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാനിപ്പോൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഐ ഷുഡ് ചൂസ് എ ഡേറ്റ്. അധികം ആൾക്കാരും ചെയ്യുന്നത് റമദാൻ മാസത്തിൽ ചൂസ് ചെയ്യും എ ഡേറ്റ്. ഫോർ എക്സാമ്പിൾ 15th of Ramadan. Why? Because number one, റമദാനിൽ നമ്മൾ കൊടുക്കുന്ന സദക്കക്കും സക്കാത്തിനൊക്കെ ലോട്ട്സ് ഓഫ് റിവാർഡ് ഇസ് കമ്മിങ് ബാക്ക്. അപ്പൊ നല്ലൊരു ഓഫറാണ് ശരിക്കും റമദാനിൽ കൊടുക്കുന്നത്. സോ യു ക്യാൻ ചൂസ് എ ഡേറ്റ്. അപ്പം ഒരു ലെറ്റ്സ് സേ 10th of Ramadan അല്ലെങ്കിൽ 15th of Ramadan അല്ലെങ്കിൽ 27th of Ramadan, വാട്ട് എവർ ഡേറ്റ് യു ഹാവ് ഇൻ മൈൻഡ്, ജസ്റ്റ് ടേക്ക് ദ ഡേറ്റ്. എന്നിട്ട് നമ്മൾ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ അസറ്റ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിൽ എക്സ്പ്ലെയിൻ, അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ ഫൈനലി മനസ്സിലാക്കേണ്ടത് സക്കാത്തുൽ ഫിത്തറും സക്കാത്തും തമ്മിൽ ഡിഫറെന്റ് ആണ്. സക്കാത്തുൽ ഫിത്തർ ആ ഒരു ദിവസം കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ പെരുന്നാളിന് സക്കാത്തുൽ ഫിത്തർ കൊടുക്കണം. അതായത് പെരുന്നാൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഏതൊരാൾക്കും മസ്റ്റാണ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുക. നോട്ട് ഓൺലി ഫോർ അഡൾട്ട്സ്, ഫോർ കിഡ്സ് ഓൾസോ. അപ്പോൾ ഒരു ഫാമിലിയിൽ 6 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 6 മെമ്പേഴ്സിനും സക്കാത്തുൽ ഫിത്തർ, അതായത് ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു എമൗണ്ട്, അത് ഓരോ സ്ഥലത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ UAE ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 25 dirhams. അപ്പോൾ ഒരാൾക്ക്, ഇപ്പൊ എനിക്ക് 6 മക്കൾ ഉണ്ടെങ്കിൽ ഐ ഷുഡ് പേ 25 into 6, 150 dirhams. ഓക്കെ, അതാണ് ആ ഒരു ദിവസം കൊടുക്കുന്നത് സക്കാത്തുൽ ഫിത്തർ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി പെയ്ഡ് ബിഫോർ ആ ഈദ് സലാന്റെ മുന്നേ തന്നെ കൊടുത്തിരിക്കണം. പിന്നെ സദക്ക ഇസ് ഡിഫറെന്റ്. സദക്ക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അഗെയിൻ ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് സക്കാത്ത്. Sadaqah is voluntary. Either zakat is a mandatory thing. If you don't give zakat, it's a big punishment. Appo pass mark on zakat. Sadaqah എന്നൊക്കെ പറയുന്നത് it is like a distinction, a rank. Okay, it's like more, I mean, over and above this minimum amount. Voluntary ആണ്.
ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പൈസ, ഹൂ ഓൺസ് അവർ വെൽത്ത്? നമ്മുടെ പൈസ ശരിക്കും ആരുതാണ്? Is it our money or is it belonging to the society or does it belong to anyone else? The answer is, സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണ്. സോ ദാറ്റ്സ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പൈസ കൊണ്ടുവന്നിട്ടില്ല. ഒരാൾ ജനിക്കുമ്പം ഹി ഡിഡ്ന്റ് ബ്രിങ് എനിത്തിങ്, ലൈക്ക്, അയാൾ തിരിച്ചു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ ഹി ഈസ് നോട്ട് ടേക്കിംഗ് എനിത്തിങ് വിത്ത് ഹിം, അല്ലേ? അപ്പൊ പൈസ അല്ലെങ്കിൽ നമുക്കുള്ള എന്താണ് അള്ളാഹ് തന്നത്, ഇറ്റ്സ് ആക്ച്വലി എ ടെസ്റ്റ്. അതൊരു ഭയങ്കര ഒരു ടെസ്റ്റാണ്. ഓക്കെ, ഈ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മളോട് 5 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദീസ് ആർ ദി 5 ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്. നമ്പർ 1, ഹൗ യു ലിവ്ഡ് ഓൺ എർത്ത്. ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ലൈഫ് ഓൺ എർത്ത്? എങ്ങനെ ജീവിച്ചു? ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹൗ യു യൂട്ടിലൈസ്ഡ് യുവർ യൂത്ത്. നമ്മുടെ ആ ഒരു യങ് ഏജ് അല്ലേ, യൂത്ത് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു? ഹൗ ഡിഡ് വി യൂട്ടിലൈസ് ഇറ്റ്? അതൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡിഡ് യു ഏൺ യുവർ വെൽത്ത്. നമ്മുടെ പൈസ എങ്ങനെ ഏൺ ചെയ്തു? നമ്പർ 4 ഇസ് ഹൗ യു സ്പെൻഡ് യുവർ വെൽത്ത്. പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്തു? And number 5, what did you do with your knowledge? You have been given with a lot of knowledge. You have learned a lot. What did you do? What did you benefit the society? What was the use of you in, for the society? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40%, അതായത് 5 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് 40% ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൈസനെ കുറിച്ചിട്ടാണ്. ഹൗ യു ഏൺഡ് ആൻഡ് ഹൗ യു സ്പെൻഡ്. അപ്പൊ നമ്മൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സക്കാത്ത് കൊടുക്കലും ഇതൊക്കെ പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ബി സേഫ്. അറ്റ്ലീസ്റ്റ് നമുക്ക് 40% മാർക്ക് ഇസ് ടേക്കൺ കെയർ ഓഫ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള പണിഷ്മെന്റ്സിനെ കുറിച്ചിട്ട് ഖുറാനിലും ഹദീസിലും ഒക്കെ ഒരുപാട് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവും. അപ്പം ബോട്ടം ലൈൻ ഇസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പേ സക്കാത്ത്. അത് നമ്മൾ യാതൊരു ഇതും വിചാരിക്കാം. ഈവൻ ഇഫ് യു ഹാവ് ടു ഗിവ് എ ലിറ്റിൽ മോർ, കാരണം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം ഇതാണോ ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഗിവ് എ ലിറ്റിൽ മോർ. ബി സേഫ്, പ്ലേ ഇറ്റ് സേഫ്. പൊന്നും വെള്ളിയും കൂട്ടിവെക്കുകയും ദൈവമാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനയേറിയ ശിക്ഷയുടെ സുവാർത്ത അറിയിച്ചുകൊള്ളും. ഇതൊക്കെ ഖുറാനിൽ ഉള്ള ഓരോ ആയത്തുകളാണ്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള പണിഷ്മെന്റ്. അതുമാതിരി ബുഖാരിയിലും ഹദീസിലൊക്കെ നമ്മൾ എല്ലാ ഹദീസിലും നോക്കിയാലും നമുക്ക് ഒരുപാട് ഇതിനെ കുറിച്ചിട്ട്. അപ്പം ബോട്ടം ലൈൻ, അവർ മണി ഡസ് നോട്ട് ബിലോങ് ടു അസ്, സോ വി ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദി റൈറ്റ് എന്താണ് റെസിപ്പിയൻസ്, ബെനിഫിഷ്യറീസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിലെ 9th സൂറത്താണ്, അതിലെ 60th ആയത്താണ്. സൂറത്ത് തൗബയിലെ ആയത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഹു ആർ ദി 8 categories ഓഫ് പീപ്പിൾ ഹു ആർ എലിജിബിൾ ടു റിസീവ് സക്കാത്ത്. ഓക്കെ, നമ്പർ 1, ഫുക്കറ. ഫുക്കറ എന്ന് പറഞ്ഞാൽ ജെന്യുവൻലി പുവർ പീപ്പിൾ. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ദേ ഡോണ്ട് ഹാവ് എ ഹൗസ്, ദേ ഡോണ്ട് ഹാവ് ദി ബേസിക് അമ്യൂണിറ്റീസ്, വീട്, വസ്ത്രം, ഇതൊക്കെ അതിനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫുക്കറ എന്ന് പറയുന്നത്. മസാക്കീൻ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സം ബട്ട് നോട്ട് ഇനഫ്, ദേ ആർ സ്ട്രഗ്ലിംഗ് ടു മീറ്റ് ബോത്ത് എൻഡ്സ്. അങ്ങനത്തെ ആൾക്കാരാണ് മസാക്കീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദം. ചില ആൾക്കാർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ദേ ആർ വെരി ദേ ലുക്ക് ലൈക്ക് ഡീസെന്റ്, പക്ഷെ ആക്ച്വലി ദേ മൈറ്റ് ബി സഫറിങ്. അവർ ആരുടെ പറയൂല. അതാണ് മസാക്കീൻ. they will hide. They're too, എന്താ പറയാ, ഒരു ആൾക്കാരുടെ അടുത്ത് ബുദ്ധിമുട്ട് പറയാൻ മടിയുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് കടങ്ങൾ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഫുക്കറ ഇസ് വെരി ഈസി ടു ഫൈൻഡ്, മസാക്കിൻ ഇസ് ഡിഫിക്കൽട്ട്, പക്ഷെ ബോത്ത് ആർ വെരി ഡിസേർവിംഗ് കാറ്റഗറീസ്. പിന്നെ സക്കാത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. When we say zakat administrator, ഈ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് കളക്ട് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, they are also eligible to receive a part of zakat. പിന്നെ those whose hearts are to be reconciled. What do you mean by that? അതായത് for example, there are some people who are very close to Muslims and they are like double-minded. Maybe they want to become Muslims. അതായത് മുസ്ലിംസിനായിട്ട് വളരെ നല്ല മൈൻഡോട് കൂടി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. മേ ബി ദേ ആർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, സോ വി ഹാവ് ടു ഹെൽപ്പ് ദം. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഹു ഹാവ് റീസെന്റ്ലി ജോയിൻഡ് ഇസ്ലാം, or people who are on the who are like very well wishers of Islam. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ജെന്യുവൻലി നീഡി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ദേ ആർ എലിജിബിൾ റെസിപ്പിയൻസ് ഓഫ് സക്കാത്ത്. ഓക്കെ, and they need not be Muslims alone. You should understand that.
ഓക്കെ. പിന്നെ ദോസ് ഇൻ ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര അപ്ലിക്കബിൾ അല്ല. അന്ന് പണ്ടത്തെ കാലത്ത് സ്ലേവ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അടിമകൾ, അങ്ങനത്തെ ആൾക്കാർ. പിന്നെ ഡെപ്റ്റ് റിഡൻ, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കടക്കെണിയിൽ പെട്ട് പൈസ ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നും ശരിയല്ലാതെ ദേ ആർ റിയലി സ്ട്രഗ്ലിംഗ്. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ വി ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് ദേ ആർ ഓൾസോ എലിജിബിൾ. ആൻഡ് ഇൻ ദി കോസ് ഓഫ് ഗോഡ്, ഫീ സബീലില്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ടു propagate the Islamic message, dawah ചെയ്യാൻ, the struggling in the way of God, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ wayfarer means a person who is like traveler. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. They might be rich in their country, but when they're traveling they don't have enough, they're struggling, they don't have enough food and things like that, so we need to help them. അപ്പോൾ ഇത്രയും ആൾക്കാർ 8 categories ആണ് eligible to receive zakat. Okay, now another very important thing. Okay, 8 categories പറഞ്ഞു. പക്ഷെ നമ്മൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? ഖുറാനിൽ പറയുന്നത്, സൂറത്ത് ഇസ്രായിലെ 2 ആയത്താണ്, 26th and 27th. Give to close relatives their due, as well as the poor and the needy travelers, and do not spend wastefully. അതായത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ക്ലോസ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് യുവർ wife and കുട്ടികളും പാരന്റ്സും അല്ല. they are like, that's your obligation, you have to take care of them anyway. അത് കഴിഞ്ഞിട്ടുള്ള relatives, for example maybe your brothers, your sisters, your cousins, or your second cousins, അല്ലെങ്കിൽ നിങ്ങളുടെ neighbors, അങ്ങനത്തെ ആൾക്കാരൊക്കെ which are very in your community, you find them. അങ്ങനത്തെ ആൾക്കാരാണ് ആദ്യം. കാരണം ഈ 8 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ we should first give priority to them. മനസ്സിലായില്ലേ? ദാറ്റ് ബിക്കോസ് അതാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള നാട്ടുകാർക്കൊക്കെ കൊടുക്കുക. ആദ്യം നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ റിലേറ്റീവ്സിലും നമ്മളെ ഈവൻ നെയ്ബേഴ്സിനും ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഡു നോട്ട് ബി ലൈക്ക് ദി ഡെവിൾ. ഈ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. എന്താ ഡെബിളിന്റെ ഒരു തിങ്? ഡെബിളാണ്, ഇബ്ലീസാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, അതായത് ഭയങ്കരമായിട്ട് സ്പെൻഡ് ത്രിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ദേ ബൈ ആൻഡ് ദേ ഷോ ഓഫ് ആൻഡ് ദേ വേസ്റ്റ് മണി. When they waste money, they're not aware that this money doesn't belong to them. Allah thanna paisa, they're just wasting. But spending, they will be asked about spending. That's what I mentioned. One of the questions is how you spend money. But make sure that nammal spend cheyna paisa, it is meaningful, because we will be questioned. All right. So the best alms is that is which is given when one is rich, and a giving hand is better than a taking one, and you should start first to support your dependents. The famous hadith ആണ്. All right. ഇനി now going to the technical aspects. ഇത് കുറച്ച് ടെക്നിക്കൽ ആണ്, പക്ഷേ എഞ്ചിനീയേഴ്സ് ഒക്കെ ആയതുകൊണ്ട് I don't think there's an issue. I can very quickly go through it. എന്താ നിസാബ് എന്ന് പറഞ്ഞത്? നിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നസീബ് എന്ന് പറയില്ല. വി ആർ നസീബ്. എനിക്ക് ഭയങ്കര നസീബ് ഉണ്ടായി എന്ന് പറയില്ല. ഐ എം ബ്ലെസ്ഡ് എന്ന് പറയില്ല. എനിക്ക് ഭയങ്കര നസീബ് ഉണ്ടായി. അപ്പൊ ആ മിനിമം നസീബ് കിട്ടിയ ആൾക്കാരൊക്കെ ആ മിനിമം നസീബിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കട്ട് ഓഫ് ലിമിറ്റിനാണ് നിസാബ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ്, ഹൗ ഡു യു കാൽക്കുലേറ്റ് ദി, ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പൊ നമ്മളിപ്പോ പോവർട്ടി ലൈൻ എന്നൊക്കെ പറയില്ലേ, ബിലോ പോവർട്ടി ലൈൻ, എബോ പോവർട്ടി ലൈൻ, ആ ഒരു ലൈനില്ലേ, ആ ഒരു ലൈനാണ് നിസാബ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ത്രെഷോൾഡ്? So nisab is the minimum amount of wealth that acts as a threshold to determine whether zakat is obligatory on you. Only if you have money above that nisab, you need to pay zakat. അല്ലെങ്കിൽ you don't need to pay zakat. So how do you calculate the nisab? Very simply പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത്, നബിന്റെ കാലത്ത് 2 ടൈപ്പ് എന്താണ് കറൻസീസ് ഉണ്ടായിരുന്നത്. ഒന്ന് സിൽവറും ഒന്ന് ഗോൾഡും. സിൽവർ ആൻഡ് ഗോൾഡ് വർ ദി കറൻസീസ്. സിൽവറിന് അന്ന് പറഞ്ഞിരുന്ന പേര് എന്ന് പറഞ്ഞാൽ ദിർഹം എന്നാണ്. ഗോൾഡിന് പറഞ്ഞിരുന്ന പേര് ഇസ് ദീനാർ. ആൻഡ് വാട്ട് വാസ് ദി ഈക്വലന്റ്? 10 dirhams is 1 dinar. 1:10 ratio ആയിരുന്നു. അതായത് 5 സിൽവർ കോയിൻസ് വാസ് ഈക്വൽ ടു 1 ഗോൾഡ് കോയിൻ അന്നത്തെ കാലത്ത്. ഓക്കെ. അപ്പം അത് ഇപ്പത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പത്തെ സക്കാത്തിനെ കുറിച്ചിട്ട് പഠിച്ച ആൾക്കാരൊക്കെ, എന്താണ് ഷേഖ്മാരൊക്കെ, അവർക്ക് they made a detailed calculation and this table shows that calculation. അതായത് അന്നത്തെ 1 dirham which is 1 silver coin, അതിന്റെ വെയിറ്റ് എന്തായിരുന്നു? 2.975 grams. അപ്പൊ 200 of those 200 silver coins ഉള്ള ഒരാള്, that is the nisab, that is the threshold. If you have more than 200 silver coins, അല്ലെങ്കിൽ 200 dirhatil കൂടുതൽ ഉണ്ടെങ്കിൽ, you have to pay zakat. മനസ്സിലായില്ലേ? അപ്പം സിൽവറിന്റെ നിസാബ് ലെവൽ is like 2.975 grams into 200, which is 595 grams. So
So very simply 595 grams of silver അല്ലെങ്കിൽ അതിന്റെ equivalent cash നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ we have to pay zakat. Very simple, right? ഇനിയിപ്പോൾ ഗോൾഡിൽ എടുക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് മോസ്റ്റ്ലി സിൽവർ വാസ് യൂസ്ഡ്, ഗോൾഡും യൂസ് ചെയ്തിരുന്നു, പക്ഷെ മോസ്റ്റ് കോമൺ വാസ് സിൽവർ. സാധാരണക്കാരുടെ ആൾക്കാരുടെ അടുത്തൊക്കെ സിൽവർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ദിർഹം എന്ന് പറയും. അപ്പൊ ഗോൾഡിൽ നമ്മൾ നിസാബ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി 85 grams. ആൻഡ് ഹൗ ഇറ്റ്സ് 85 grams കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഗോൾഡ് കോയിന്റെ വെയിറ്റ് വാസ് 4.25 grams. അപ്പോൾ 20 ഗോൾഡ് കോയിൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് ഇസ് 85 grams. വെരി സിമ്പിൾ കാൽക്കുലേഷൻ. അപ്പം 85 grams ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് ഗോൾഡിന്റെ നോക്കിയിട്ട് അതാണ് ഗോൾഡിന്റെ നിസാബ്. പിന്നെ സിൽവറിൻ്റെതാണെങ്കിൽ 595 grams ഓഫ് സിൽവർ. വാട്ട് ഈസ് ദി കറന്റ് മാർക്കറ്റ് വാല്യൂ? കറന്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണോ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഓൺ 15th of Ramadan ഐ എം കാൽക്കുലേറ്റിംഗ്, ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഇതിന്റെ റെഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബുക്കാണ്, അബ്ദുള്ള ഹസൻ, സക്കാത്തും തത്വവും പ്രയോഗവും. And very important to note, it is recommended to use the silver standard to increase the amount of charity. കാരണം സിൽവറിന്റെ നിസാബ് വാല്യൂ ഇസ് ലെസർ ദാൻ കമ്പയർഡ് ടു ഗോൾഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ലോവർ നിസാബ് ത്രെഷോൾഡ് എടുക്കുന്നത്? സോ ദാറ്റ് മോർ, നമ്മൾ ലോവർ ത്രെഷോൾഡ് എടുത്തു കഴിഞ്ഞാൽ മോർ പീപ്പിൾ വിൽ ഗിവ് സക്കാത്ത്, റൈറ്റ്? സോ ദി മോർ പൂർ പീപ്പിൾ വിൽ ബെനിഫിറ്റ്. അപ്പൊ അതായിരുന്നു നമ്മുടെ that is the niyat that we should have, inshallah. Okay, nisab calculation. Now ippathe current market value lu, so for example you are taking the zakat calculation innu cheyanengil allengil Ramadan 15th ni cheyanengil engane calculate cheyannullinte or example aanu. ഇപ്പം അബുദാബിയിൽ, ഞാൻ അബുദാബിയിലാണ്, അബുദാബിയിൽ ഇപ്പോഴത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് വാല്യൂ ഇതിപ്പോ ഒരു 15th of March ഡേറ്റ് ആണ്. ഇന്നിപ്പം ടുഡേ ഇസ് 23rd of March. സോ ഇറ്റ്സ് ലൈക്ക് 1 week ago. പക്ഷെ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് വി കൻ ഈസിലി ഗൂഗിൾ ഇറ്റ്. അപ്പൊ അബുദാബിയിലെ ഗോൾഡിന്റെ റേറ്റ് 15th of March 242 dirhams ആയിരുന്നു. കേരളത്തില് 22 കാരറ്റ് ഗോൾഡിന് ഇറ്റ് വാസ് 6,000 rupees. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേഷൻ ഇസ് വെരി സിമ്പിൾ. 85 grams ഇൻറ്റു ഗോൾഡിൻ്റെതാണെങ്കിൽ ദർഹത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 242 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു ഗെറ്റ് 20,634 dirhams. ഇനിയിപ്പോൾ നാട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 85 into 6060 യു വിൽ ഹാവ് 5,30,000 ഇന്ത്യൻ റുപ്പീസ്. അതായത് ദർഹത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഫോർ ദർഹം ഇസ് അറൌണ്ട് 22.57. അപ്പം 23,000 വരും. ഇപ്പൊ സിൽവറിന്റെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സിൽവറിൻ്റെ 595 grams ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം 595 grams ആണെങ്കിൽ യു എയിലെ സിൽവറിന്റെ വിലയും നാട്ടിലത്തെ സിൽവറിന്റെ വിലയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1,768 dirhams. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യു ഹവ് ഗോട്ട് ഗോൾഡിന്റെ ഒരു നിസാബ് വാല്യൂ കിട്ടി, സിൽവറിന്റെ നിസാബ് വാല്യൂ കിട്ടി. വിച്ച് വൺ വിൽ യു ചൂസ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നിയത്ത് ഇസ് ടു ഗിവ് ടു മോർ പൂർ പീപ്പിൾ. അപ്പൊ നമ്മൾ കട്ട് ഓഫ് വാല്യൂ ഓഫ് ഗിവിംഗ് സക്കാത്ത് നമ്മൾ ലോവർ എടുത്തു കഴിഞ്ഞാൽ മോർ പീപ്പിൾ ക്യാൻ ബെനിഫിറ്റ്. ഓക്കെ, അപ്പം 1,760 ഇപ്പോഴത്തെ യു എയിലെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച്, അതായത് 1 week മുന്നേ ഉള്ള റേറ്റ് വെച്ചിട്ട് ഇറ്റ്സ് അറൌണ്ട് ദർഹംസ് 1,768. അപ്പൊ എന്റെ കയ്യിൽ എല്ലാ ചെലവും കഴിച്ചിട്ട് എന്റെ ബാങ്കിൽ 1,768 dirhams ഇന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഗിവ് സക്കാത്ത്. മനസ്സിലായല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ വൈ ഐ ചോസ് സിൽവർ ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് ദി ലോവർ വാല്യൂ. ഇപ്പൊ ഐ ക്യാൻ ചൂസ് ഗോൾഡ്, എനിക്ക് 20,000 എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യാം. പക്ഷേ ടു മേക്ക് ഇറ്റ് ഈസി, എന്താണ് സ്കോളേഴ്സ് പറയുന്നത്, ഇറ്റ് ഇസ് ബെറ്റർ ടു ചൂസ് ദി ഗോൾഡ് വാല്യൂ ബിക്കോസ് മോർ പീപ്പിൾ ക്യാൻ ബെനിഫിറ്റ്. ഇൻഷാല്ലാഹ്. ഓക്കെ, ഓൾ സക്കാത്ത് കാൽക്കുലേഷൻസ് ടു ബി ബേസ്ഡ് ഓൺ ദി സക്കാത്ത് കാൽക്കുലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് ചൂസ് എ ഹിജ്രി ഡേറ്റ്. കാരണം ഹിജ്രി കലണ്ടറും അതർ കലണ്ടറും തമ്മിൽ 10 ദിവസം വ്യത്യാസമുണ്ട്. ഹിജ്രി കലണ്ടർ ഇസ് ഷോർട്ടർ. അപ്പം സുന്നത്ത് ടു കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ദി ഹിജ്രി കലണ്ടർ. ഓക്കെ ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയാണ്, സക്കാത്ത് കാൽക്കുലേഷന്റെ എക്സാമ്പിളിലേക്ക് പോവാം. ബിഫോർ ഐ കം ടു ദി എക്സാമ്പിൾ ഐ വിൽ ജസ്റ്റ് ഗിവ് യു കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സക്കാത്ത് ഡ്യൂ ഡേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡിറ്റർമിൻ യുവർ ഡ്യൂ ഡേറ്റ്. ഇറ്റ് ക്യാൻ ബി 1st Ramadan, 21st Ramadan, വാട്ട് എവർ ഡേറ്റ് യു ചൂസ്. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഹിജ്രി കലണ്ടർ ഡേറ്റ്. ആൻഡ് വൺസ് യു ഡേറ്റ് ഇസ് ഫിക്സ്ഡ്, എവറി റമദാൻ യു ചൂസ് ദ സെയിം ഡേറ്റ്. ഓക്കെ, അതന്നെ റിലീജിയസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ സക്കാത്ത് ഓൺ ഗോൾഡ് ആൻഡ് സിൽവർ. ഫോർ എക്സാമ്പിൾ, പ്രാക്ടിക്കൽ കേസാണ്, എൻ്റെ വൈഫിന് ഗോൾഡ് ഉണ്ട് കുറച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം?
അവൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് എന്താണ് കുറച്ചുണ്ട്, പിന്നെ ചിലപ്പോൾ ബാങ്കിലുള്ള മീൻസ് ലോക്കറിൽ വെച്ച ഗോൾഡ് ഉണ്ടാവും. അപ്പൊ അതിനെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഗോൾഡ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമ്മൾ സക്കാത്ത് കൊടുക്കണം. വി ആർ അബൌവ് ദി നിസാബ് വാല്യൂ. കട്ട് ഓഫ് 1700 കൂടുതലുള്ളതുകൊണ്ട് വി ഹാവ് ടു ഗിവ് സക്കാത്ത്. നൗ വി ആർ ഗോയിങ് ഇൻ ടു ഹൗ മച്ച് ടു ഗിവ് സക്കാത്ത്, റൈറ്റ്? ഓരോ ഐറ്റത്തിനും എന്തൊക്കെ സക്കാത്ത്, എത്ര പെർസെൻറ്റേജ് ആണ് സക്കാത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഡേറ്റ് പറഞ്ഞു. ഈ ഗോൾഡ് ആൻഡ് സിൽവർ ഉണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഗോൾഡ് ആൻഡ് സിൽവർ, ഫോർ എക്സാമ്പിൾ ഒരു 30 പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ ആ 30 പവന് ഞാൻ വാങ്ങിയ വില അല്ല നോക്കുക, ഇപ്പൊ ആ 30 പവൻ ഞാൻ വിൽക്കുകയാണെങ്കിൽ ഹൗ മച്ച് ഇസ് ദി വാല്യൂ ഓഫ് ദാറ്റ് ഗോൾഡ്, അതിന്റെ 2.5%. അതേപോലെ ബാങ്ക് ബാലൻസ്, ബാങ്കില് എല്ലാ ചെലവും കഴിച്ചിട്ട് റെന്റും കുട്ടികളുടെ സ്കൂൾ ഫീസും എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് എന്റെ ബാങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ലെറ്റ്സ് സേ 10,000 ദിർഹംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 10,000 ദിർഹത്തിന്റെ 2.5%, which is around 250 dirhams I have to pay as zakat. This is a calculation. I'm giving you a real example also. This is the basic the overview on over item. Then loans and advances given to friends. For example, a colleague, I gave him 5,000 dirhams. And he told me, Ajish, whenever you want, you call me, just give me like 1 week notice, I will give you the money back. Okay? But I'm sure that I will get that money. In the case, I should add it to the zakat because that is my money, right? I gave it to my friend or relative, but again, I will get it back. I'm sure I will get it back. Angantadu nammal zakat calculation add cheyanam as one of our assets. Ini suppose I have another friend who has taken money and I'm sure he will not return it. Anganaanengil you have to deduct that from your assets. It's very fair. The zakat calculation is very fair. Idilum fair ആയിട്ട് നമുക്ക് പറ്റില്ല. Very, very fair. അതേപോലെ ഫോർ എക്സാമ്പിൾ US-ലും UK-ലൊക്കെ കുറെ റിട്ടയർമെന്റ് ഫണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലെ? ഒരുപാട് ടൈപ്പ് എന്താണ് ഫോളോ ആൻഡ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈപ്പ് സക്കാത്ത്. ഇവിടെ UAE-ലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി ഫണ്ട്സ്, അങ്ങനെ എന്താണ് പെൻഷൻ സ്കീംസ്, നാട്ടില് പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലേ. അതിനും നമ്മൾ ആക്ച്വലി what the scholars say is that we have to calculate. For example, you're selling off, you want to encash all those money, for example. Okay, എൻ്റെ അടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LIC-യിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഐ ഹാവ് പുട്ട് സം മണി ആൻഡ് ഐ നീഡ് ടു സെൽ ഇറ്റ് നൗ. Theoretically, I'm not going to sell now. If ഞാൻ sell ചെയ്യൽ, definitely there will be deductions, there will be penalties, there will be taxes. ഇതെല്ലാം കഴിച്ചിട്ട് what is the liquid amount? Maybe that's only total 100,000 ആണെങ്കിൽ ചിലപ്പം ഇതെല്ലാം കഴിച്ചിട്ട് കിട്ടുന്നത് ചിലപ്പോൾ 50,000 ആയിരിക്കും, അല്ലെങ്കിൽ 60,000 ആയിരിക്കും അല്ലെ? അതിന്റെ 2.5%. That is the most എന്താണ് സ്കോളേഴ്സ് പറയുന്ന ഏറ്റവും റെക്കമെൻഡഡ് വേ, റൈറ്റ്? അപ്പൊ പിന്നെ എല്ലാം നേരത്തെ പറഞ്ഞാൽ പ്രിവെയിലിംഗ് മാർക്കറ്റ് റേറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കാത്ത് ഡ്യൂ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ ലോൺസ് യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് ലോൺസ് യു ഹാവ് ഗിവൺ. ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ റിക്കവർ ഓർ യു കനോട്ട് റിക്കവർ? ഓക്കെ, ഇനി ലാൻഡഡ് പ്രോപ്പർട്ടി. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ഐ ഹാവ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ there are two types of property. One property is basically I'm getting rent out of the property. അങ്ങനത്തെ പ്രോപ്പർട്ടി ആണെങ്കിൽ I don't have to give zakat for the എന്താണ് ആ പ്രോപ്പർട്ടിയുടെ ലാൻഡ് വാല്യൂനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ അതിന് കിട്ടുന്ന ഇൻകം ഇല്ലേ? ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിന് എനിക്ക് നാട്ടിൽ എല്ലാ മാസവും എനിക്കൊരു ലെറ്റ്സ് സേ ഒരു 20,000 ഇന്ത്യൻ റുപ്പീസ് റെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫ്ലാറ്റുള്ള ലാൻഡിനല്ല ഞാൻ സക്കാത്ത് കൊടുക്കുന്നത്, പക്ഷെ ആ കിട്ടുന്ന ഇൻകത്തിനാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. പക്ഷെ ഇഫ് ദാറ്റ് ബിൽഡിംഗ്, ദി ഹോൾ ബിൽഡിംഗ് ഐ ഹാവ് പ്ലാൻ ടു സെൽ ഇറ്റ്. Okay, that's my intention. Okay, I don't want to keep it. I'm going to sell it immediately. If that is my intention, then I should calculate the land value as well. So it's all depending upon our intention. അതുകൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ our intention should be fair. We only know, we and Allah know what is our intention, അല്ലേ? അപ്പൊ ആ ഇന്റൻഷനെ ബേസ് ചെയ്തിട്ടാണ് സക്കാത്ത് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Okay, zakat is not payable on your personal residential house. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ യൂസ് ചെയ്യുന്ന കാർ, ഈവൻ ഇഫ് ഇറ്റ്സ് എ ലംബോർഗിനി, ദാറ്റ്സ് നോട്ട് സക്കാത്തിന് കൊടുക്കേണ്ടെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. ബിക്കോസ് വി ആർ യൂസിങ് ഇറ്റ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, നമ്മുടെ ഫേർണിച്ചർ, ഇതിനൊന്നും സക്കാത്തില്ല. പക്ഷേ എനിത്തിങ് ദാറ്റ് യു ആർ യൂസിങ് ആസ് എ കമ്മോഡിറ്റി ഫോർ സെയിൽ, ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഈവൻ ലാൻഡ്, ഈവൻ ഇഫ് യു ഹാവ് കാർ ഫോർ സെയിൽ, യു ആർ സെല്ലിംഗ് കാർസ് റെഗുലർലി, then you have to calculate the market value and see, that's very clear. എല്ലാത്തിനും applicable ആണ് ആ ഒരു കോൺസെപ്റ്റ്. പിന്നെ ബിസിനസ്, ഇഫ് യു ആർ എ ബിസിനസ് മാൻ, യു ഹാവ് ടു ടേക്ക് എ സ്റ്റോക്ക് ഇൻവെന്ററി.
Okay. Stock inventory ഉണ്ടാവും. ആ stock inventory എടുക്കുമ്പോൾ ഓരോ സാധനത്തിനുള്ള value should be based on the current market price, as if you're going to sell it. പിന്നെ you have to have deductibles, whatever you are not എന്താണ് bad debts ഉം കാര്യങ്ങളൊക്കെ you can deduct it. Okay. പിന്നെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, റിയൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, അനദർ തിങ് ഇസ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ ജക്കാത്തബിൾ. ഓക്കെ, അതിൽ 3 കാറ്റഗറികൾ അഗ്രികൾച്ചറിൽ. ഫോർ എക്സാമ്പിൾ, നമ്പർ 1, നമ്മൾ തീരെ ഇറിഗേറ്റ് ചെയ്യുന്നില്ല. മഴ പെയ്താൽ എന്താണ് എനിക്ക് അഗ്രികൾച്ചറിൽ കിട്ടുന്ന സാധനത്തിനാണെങ്കിൽ I need to pay 10% zakat because I'm getting free. Rain is coming free of me. I'm not doing any effort. I should pay 10% of the whatever is the the savings I get from that. Okay, for example, നമുക്കിന്ന് ചിലപ്പം ക്യാബേജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ചെലവും കഴിച്ചിട്ട് കിട്ടുന്ന റവന്യൂവിന് 10%. Alright. പിന്നെ അതേപോലെ it can be 7.5% if partial rain and partial irrigation, and it can be 5% if I'm putting all the effort of irrigation network, I'm spending all the money. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ I need to pay only 5%. അപ്പോൾ വെരി ഫ്ലെക്സിബിൾ ആണ്. ജക്കാത്ത് ഓൺ അനിമൽസിന്റെ കുറെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 5 camel ഉണ്ടെങ്കിൽ ഐ ഷുഡ് എന്താണ് ജക്കാത്ത് ആ ഒരു നിസാബ് വാല്യൂ ഇസ് 5 camel ആണെങ്കിൽ 5ന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ, പിന്നെ ആടാണെങ്കിൽ 40ന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ, പിന്നെ വേറെ പശു പോത്ത് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ 30ൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഈ ഒരു ലിങ്കിൽ ഐ ഷെയർ ദിസ് പ്രസന്റേഷൻ, ഈ ലിങ്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. Okay, now let's take some examples. Okay, one second. Yeah, this is one example. This one example is for gold. For example, in എൻ്റെ കയ്യിൽ 22 carat 35, ഈ എക്സൽ ഫയലിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് കാൽക്കുലേറ്റ്സ് ദി 2.5% വാട്ട് എവർ വാല്യൂ ഇറ്റ് ഇസ്. ഇപ്പൊ ഇതിനകത്ത് ഈ എക്സൽ ഫയലും ലിങ്കിനകത്ത് പ്രസന്റേഷൻ ലിങ്കിനകത്ത് ഉണ്ട്. സോ ഐ പുട്ട് ദി വെയിറ്റ് ഇൻ ഗ്രാംസ്. 22 carat എത്രയാണ് വെയിറ്റ് ഇൻ ഗ്രാംസ് ഇടുക, അതിന്റെ മാർക്കറ്റ് വാല്യൂ ഐ ഷുഡ് പുട്ട് ആഫ്റ്റർ ഗൂഗിളിംഗ് ഇറ്റ്, and automatically this will come. So green ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്, and automatically it will calculate. അപ്പോൾ whatever is applicable you can just put the green value. Silver ഇപ്പൊ എൻ്റെ അടുത്ത് 10 gram silver ഉണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇതാണ്, automatically it calculates. All right. Okay, now another example I'll give you is here. Okay, now zakat on cash in hand. For example, എൻ്റെ ബാങ്കിൽ 10,000 dirhams ഉണ്ടെങ്കിൽ automatically it calculates, and current accounts വേറെ ഉണ്ടെങ്കിൽ it calculates. പിന്നെ loans receivable from friends, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് 6,000 കിട്ടാനുണ്ടെങ്കിൽ automatically this is an asset for me, I'm taking it as an asset, so it automatically calculated. Other sources of wealth, maybe I'm getting rent from some of these properties or anything, so I've taken that into account, and that's also taken to in the 2.5%. All right. പിന്നെ ലാൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ദിസ് ഇസ് ദി വാല്യൂ ഓഫ് ദാറ്റ്. ദിസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ, വാല്യൂ ഓഫ് ദാറ്റ് അതിന്റെ 3%. സോ വാട്ട് എവർ ഇസ് ദർ, ഇതിനകത്ത് നല്ലൊരു എക്സൽ ഫയൽ ആണ്. ഇറ്റ് ഗിവ്സ് എവറിത്തിങ് വെരി ക്ലിയർലി. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എഡിറ്റബിൾ വേർഷൻ. വൺസ് യു ഡൗൺലോഡ് ഇറ്റ് യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ ജക്കാത്ത് ഓൺ ബിസിനസ് സ്റ്റോക്ക്, സെയിലബിൾ സ്റ്റോക്ക്, ഡാമേജ് ഡെഡ് സ്റ്റോക്ക് ഉണ്ടത്, ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിഡക്ട്സ് ഓൾസോ. എമൗണ്ട് പേയബിൾ ടു സപ്ലയേഴ്സ്, ഇത് നമ്മുടെ liabilities ആണ്, അപ്പോൾ that can be detected. Bad debts can be detected. പിന്നെ zakat on share. Okay, this is very important. ഷെയറിനെ കുറിച്ച്, ഷെയർ മാർക്കറ്റിൽ we might have mutual funds. That's a big thing, you need to go in detail. അപ്പോൾ അതിനെ കുറിച്ചിട്ട് there is a detailed, you need to consider what is applicable in your, what type of shares you have invested, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ എന്നുള്ളത് you should ask those particular people. But in general it is like the market value of that share as if you're going to sell it now. അതാണ്, ദിസ് ഈസ് ദി സിമ്പിൾ ലോജിക്. ഓൾറൈറ്റ്. അപ്പോൾ അതാണ് എൻ്റെ കാൽക്കുലേഷൻ. പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് നേരത്തെ പറഞ്ഞ പോലെ 10, 7.55 അതും അതിൻ്റെ ഇതിനകത്തുണ്ട്, ടെംപ്ലേറ്റിലുണ്ട്. അനിമൽസിൻ്റെ ഉണ്ട്, പിന്നെ ഡിഡക്ഷൻസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ, ഐ ഫൗണ്ട് ഇറ്റ് വെരി യൂസ്ഫുൾ, ദാറ്റ്സ് വൈ ഐ എം ഷെയറിംഗ് ഇറ്റ്. നൗ ഫൈനൽ സ്ലൈഡ് ആണിത്. As I mentioned, this is the niyyah is the pillar of worship. നമ്മുടെ നിയ്യത്ത് പോലെയാണ് അള്ളാഹു നമുക്ക് റിവാർഡ് തരുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. So let our intention be good. ഈ റമദാനിലെങ്കിലും ഇൻഷാല്ലാ നമ്മൾ നിയ്യത്ത് ചെയ്യുക. ഇൻഷാല്ലാ, if I have not done any calculation before, ഇപ്പൊ മുതലെങ്കിലും I will start calculating. From this moment I'm going to take effort
I'm going to spend some time to calculate my asset. Why? Because two things. Number one, Allah will increase it for me. Number two, it's going to purify my wealth. ഈ രണ്ട് കാര്യങ്ങളും നിയത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ ബി ഫെയർ ഇൻ യുവർ എസ്റ്റിമേഷൻ. എപ്പോഴും കുറച്ച് അധികം കൊടുത്തോ സക്കാത്ത്, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, കാരണം ഡൗട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ യു ജസ്റ്റ് പ്ലേ ഇറ്റ് സേഫ്. പിന്നെ എന്താണ് ഇതും പറയുന്നതാണ്, ഇത് ഖുറാനിൽ സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്ന ഒരു ഭയങ്കര ഒരു എന്താ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം. നമ്മളിപ്പം ഇതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ അല്ലെ, നമ്മളിപ്പം എനി ടൈം വി ക്യാൻ ഡൈ അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു അള്ളാഹു പറയാണ്, നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിച്ചോ. നിങ്ങൾ ഒരുവൻ മരണം വന്നെത്തുകയും അവൻ എന്റെ നാഥ എനിക്ക് ഒരു അല്പം കൂടെ അവധി തന്നിരുന്നെങ്കിൽ ഞാൻ ദാനം ചെയ്യും, നന്നതാവുകയും ചെയ്യുമെന്ന് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നതിന്റെ മുന്നേ വി ഹാവ് ടു ഡു ഇറ്റ് നൗ, ലെറ്റ്സ് ആക്ട് നൗ. ഓക്കെ, ഇൻഷാല്ലാ നമ്മുടെ ആ ഒരു നിയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹ് വിൽ മേക്ക് ഇറ്റ് ഈസി ഫോർ us. ഓക്കെ, നമ്മൾ കടത്തിലും ഒരുപാട് പ്രശ്നങ്ങളിലും പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറൗണ്ട് us അല്ലെ. സോ ലെറ്റ്സ് മേക്ക് an effort this Ramadan to എന്താ പറയാ to keep this intention that we will calculate it properly and we will do the best of our effort. നമ്മുടെ പൈസ ഇല്ലെങ്കിൽ we will actually keep it a book, a record book for Allah എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇതേപോലെ ലാൻഡിന് വെക്കാനുള്ള പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ we'll take a note of that and whenever we get the money we will give അല്ലേ. That's a loan taken from Allah എന്നുള്ള നിയത്തിൽ we can do that as well. Okay, so let's inshallah make that intention and may Allah accept all our deeds in this. നമ്മൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ മനസ്സിൽ കാണിച്ചല്ലോ. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്, ദാറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. സോ മേ അള്ളാഹ് മേക്ക് ഇറ്റ് ഈസി. നമ്മുടെ എന്താണ് ഈ ഒരു ഹോളി മന്തിലെ ഓരോ കാര്യങ്ങളും ഇൻഷാല്ലാ നമുക്ക് ഏറ്റവും നല്ല റമദാൻ ആക്കി മാറ്റട്ടെ. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. അസ്സലാമു അലൈക്കും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സമ്മത് ചാറ്റ് ബോക്സിൽ നിന്ന് എടുക്കാം. That was a wonderful presentation, Ajish. You compressed a big topic in this. I think you took 40 minutes or 45 minutes. So within that time, you have touched all parts of the topic. And still, the topic is a wide topic because the big scholars, grand scholars, they themselves, they keep on their discussions and still the discussions are ongoing. That much wider the topic is, so you compressed it and you presented to us. May Allah accept from us. So the question answer, I think it's a Q&A session. Rafi will handle. Rafi. അജീഷ് ഖാ, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ്സ് കാണുന്നുണ്ടോ? അതിൽ ഒരു മെയിൻലി ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ, we say that it is not required to pay zakat on your salary. Won't there be any state that those getting 2 lakh per month salary may not have to give zakat, but at the same time those doing business for say 50,000 have to pay zakat for the stock? ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ, if they can unmute, that will be much better. Can they ask? തനസൽ അവർ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ it will be very clear. ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് ആസ്ക് പ്ലീസ്. തനസൽ ലൈനിലുണ്ടോ എന്നറിയില്ല. പിന്നെ അടുത്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന്റെ സക്കാത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നൗഷാദ് ഖാൻ. അസ്സലാമലൈക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് ചോദിക്കാനുള്ള കാരണം, ഞാൻ ഷെയറിന്റെ കാര്യത്തിൽ 2 ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ. അതായത് നമ്മൾ ഡിവിഡൻഡിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിവിഡൻഡിന് കൊടുത്താൽ മതി. അതെല്ലാം നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഫണ്ട് പോലെ എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ ഇയറും കുറച്ച് എമൗണ്ട് കൊണ്ടിടുകയാണ്. നമ്മൾ പക്ഷേ 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് വിൽക്കാം, അതല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് അസറ്റ് ആണെങ്കിലും ഇഫ് ദാറ്റ് അസറ്റ് ഇസ് ഗ്രോയിങ്, ഓക്കെ, ഇപ്പൊ ഇറ്റ് കുഡ് ബി എ ഷെയർ, ഇറ്റ് കുഡ് ബി എ ലാൻഡ്, ഇറ്റ് കുഡ് ബി എ കമോഡിറ്റി, ആ ഒരു സാധനം അതിന്റെ വാല്യൂ കൂടുന്നുണ്ട് ഓരോ പ്രാവശ്യവും, ഓക്കെ, കൂടുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് സക്കാത്തബിൾ എന്നാണ് ജനറൽ ആയിട്ടുള്ള സ്കോളേഴ്സിന്റെ ഒപ്പീനിയൻ.
പിന്നെ ഈ ഒരു സ്പെസിഫിക് കേസ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് അല്ലെ നീഡ്സ് ടു ബി one-on-one ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. സോ ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് യു ഹാവ് ടു കൺസൾട്ട് സംബഡി ഹൂസ് എക്സ്പേർട്ട് ഇൻ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. യുനോ ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇസ്ലാമിക് ഫൈനാൻസും പിന്നെ ആ ഒരു ഇതിനായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളായിട്ട് കൺസൾട്ട് ചെയ്യണം. പക്ഷേ ഇൻ ജനറൽ if there is a asset or commodity that grows, that keeps on growing, you know, okay, and you know how much it grows, you have access to how much it grows, adu manasilakanalla facility undennengil it is zakatable nanu, and how much you pay is 2.5% of the current market value as if you will be selling it. Adana general opinion, but specifically I think you should take it a point to consult. Okay, Jazakallah khair. Thanks. Okay. Who else is going to ask? Tanazzil? തനസ്സല് എനിക്ക് തോന്നുന്നു ഇപ്പം ലൈവിൽ ഇല്ലാന്ന് തോന്നുന്നു. Okay, Tanazzil, the question is like when we say it's not required to pay zakat on your salary, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. Won't there be a state that those getting 2 lakh per month the salary may not have to give zakat, but at the same time those doing business for say 50,000 have to pay zakat? ഞാൻ അങ്ങനെ സാലറിക്ക് സക്കാത്ത് ഇല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മേ ബി ദാറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെ സാലറി വരുന്നത് നമ്മൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഫോർ ദി 1 ലൂണാർ ഇയർ. ഇപ്പം കഴിഞ്ഞ റമദാൻ 15 മുതൽ ഈ റമദാൻ 15 വരെ ഐ നോ മൈ ബാങ്ക് അക്കൗണ്ട്, റൈറ്റ്? ബാങ്ക് അക്കൗണ്ടിൽ എത്ര വന്നു എത്ര പോയി എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഇപ്പൊ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം, okay, on this day how much balance I have after all my expenses and payments commitments ellam kazhinittu, how much balance I have. Maybe I have only, let's say, 5,000 dirhams, then it is zakatable. 5,000 dirhams is zakatable at 2.5%. That is the simple logic. Okay. What about maturity? Maturity അത് എപ്പോഴാണ് അത് കൊടുക്കുന്നത്? മെച്യൂർ ആവുന്ന എപ്പോഴാണ്? ഇത് സാലറിന്റെ മണി സേവിങ്സിലെ അല്ലെ? ഇതിപ്പോ സാലറിന്റെ കാര്യം പറഞ്ഞത്. സാലറി വരുന്നത് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമല്ലേ പറഞ്ഞത്. സാലറി നമുക്ക് വരുന്ന എല്ലാ മാസം വരുന്ന സാലറി നമ്മൾ ഒരു കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഒരു കൊല്ലത്തിലുള്ള കറന്റ്, വാട്ട് ഇസ് ദി കറന്റ് സ്റ്റാറ്റസ്, വാട്ട് ഇസ് മൈ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഹൗ മച്ച് ഇസ് മൈ ഇൻകം എന്ന് വരുമ്പോൾ സാലറി മാത്രമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. ഈ എക്സൽ ഫയലിൽ പറഞ്ഞ പോലെ നമ്മുടെ സാലറി, നമ്മുടെ ഷെയർസ്, നമ്മുടെ ലാൻഡ്, നമ്മുടെ ഗോൾഡ്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ലൈഫ് സ്റ്റോക്ക്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഹൗ മച്ച് ഇസ് മൈ നെറ്റ് വാല്യൂ ഇല്ലേ ആഫ്റ്റർ ഓൾ എക്സ്പെൻസസ് അല്ലെ, ഹൗ മച്ച് ഇസ് മൈ നെറ്റ് സേവിങ്സ് അല്ലെ, അതിനെ എല്ലാ കൊല്ലം സക്കാത്ത്. 1 year എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ മൊമെന്റ് ഐ ബിക്കം ക്വാളിഫൈഡ് ടു പേ സക്കാത്ത്. എപ്പോഴാണ് ക്വാളിഫൈഡ് ആവുക? ഐ ഹാവ് ദാറ്റ് മിനിമം നിസാബ് വാല്യൂ. ഒരാൾ ജോലിക്ക് ജോയിൻ ചെയ്തു, ദ മൊമെന്റ് ഹി ഗെറ്റ്സ് ഹിസ് ഫസ്റ്റ് സാലറി, and if that first salary and all the expenses he has taken is above the nisab value, then he is eligible to pay zakat. മനസ്സിലായില്ലേ? ഓക്കെ. അതപ്പം അങ്ങനെ ഓരോ കൊല്ലമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കൊല്ലം മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചം പുറത്തു തരട്ടെ. പക്ഷെ ഐഡിയൽ കേസ് മീൻസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് എവറി ഇയർ. ഒരു പുസ്തകം വെക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ 2 ദിവസവും ഒരു കണക്ക് എഴുതിയിരുന്നു എന്ന് പറഞ്ഞു. അതായത് എനിക്ക് എത്ര കിട്ടാണ്ട് എത്ര കൊടുക്കാണ്ട് എന്നുള്ളത് ഒരു കണക്ക് പുസ്തകം എവ്രി അതർ ഡേ ഹി യൂസ് ടു അപ്ഡേറ്റ് ദാറ്റ് ബുക്ക് അല്ലെ, കണക്ക് പുസ്തകം. കാരണം എനിക്ക് പെട്ടെന്ന് നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ മൈ ഫാമിലി ഷുഡ് നോ ഹൗ മച്ച് ആർ മൈ ഹൗ മച്ച് മണി ഐ നീഡ് ടു ഗെറ്റ്, ഹൗ മച്ച് ഐ നീഡ് ടു ഗിവ് അതർ പീപ്പിൾ. അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് റെക്കോർഡ്. Alright. So for that purpose we can use a simple Excel sheet or we can use some apps. ആപ്സ് ഉണ്ട്. ഞാനിപ്പോ ലിങ്കിനകത്ത് ഗിവൺ ഒരു ബൈത്തുസക്കാത്ത് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ഐ ഫൗണ്ട് ഇറ്റ് വെരി ഗുഡ്. പിന്നെ ഈ പറഞ്ഞൊരു എക്സൽ ഫയൽ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ എന്താണ് ഫിഖ്ഹുസ്സുന്നഹ് എന്ന് പറഞ്ഞ അതിനകത്ത് കുറെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, Q&A ഉണ്ട്. അത് ഭയങ്കര, അതിന്റെ ലിങ്കും ഈ പ്രസന്റേഷനിലുണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്പെസിഫിക് കേസിൻ്റെതും മനസ്സിലാക്കാൻ പറ്റും ഇൻഷാല്ലാഹ്. Okay, there's one question. If I pay zakat on my savings this year and I have some money left from this year, from this next year as well, do I need to pay zakat on this balance? I didn't understand the question. Yeah, Ajish. Hi. Assalamu alaikum. We have annually on the chain, right? Correct. I have an income, whether it's say gold balance I pay zakat on that,
and Okay. next year I have some leftover from that. അപ്പൊ അടുത്ത കൊല്ലം calculate ചെയ്യുമ്പോൾ do you include this or not, or just അടുത്ത കൊല്ലത്തെ ഇൻകമിന്റെ ബേസ്? What do you mean by left order? I mean, leftover. What do you mean by that? See, if I made say $10,000, right, this year, Okay. zakat കൊടുത്തു, Okay. and I didn't use up all that money. It's still in my bank. Say 5,000 is left from, this year in my bank next year. Is it? അങ്ങനെ ഓരോ ഐറ്റത്തിനും ഓരോ ഐറ്റം, ഫോർ എക്സാമ്പിൾ 10,000 ബാങ്കിൽ വന്നു, ആ ഒരു 10,000 സ്പെൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ടിൽ യു വിൽ ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു വിൽ ഗെറ്റ് ഹൗ മച്ച് ഇസ് ദി നെറ്റ് ബാലൻസ് അല്ലേ. അപ്പം ഈ കൊല്ലത്തെ നെറ്റ് ബാലൻസ് എടുക്കുക. ഫോർ എക്സാമ്പിൾ റമദാൻ 15 യു ഹാവ് ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് കഴിഞ്ഞ കൊല്ലത്തെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇപ്പൊ ബാലൻസിൽ ബാങ്ക് ബാലൻസ് വരിക എന്ന് പറഞ്ഞാൽ you will have let's say 20,000 dirhams or dollars in your bank, okay, today. Ainatha 10,000 is already there, okay. All the leftovers will be there, le allam kayinittu 20,000 is there current. Nammal zakat calculate cheyna aa time il aa day il, okay. Aa 20,000 undu. Cheleppo enikku naala I might lose, I might have to give 10,000 to somebody else. Appo my value will reduce, but it doesn't matter. Aa particular cut off date il അത് നമ്മൾ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുക. മേ ബി ഈ 20,000 കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ വരാനും ഉണ്ടാവും, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് മാറ്റർ. ആ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നാട്ടിലത്തതും US-ലും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര നെറ്റ് ഉണ്ട് നോക്കുക, അതിന്റെ 2.5%. ദാറ്റ് ഇസ് ദി റൈറ്റ് എന്നാണ് അധികം. I guess the bottom line question is it based on what is left over each year or what was made during the previous year? The overall balance in your overall balance in your bank, bank account എടുക്കുമ്പോൾ അതാ നോക്കുക. It could be, for example, ഇക്കൊല്ലം ഞാൻ കൊടുത്ത ഈ 20,000 ചിലപ്പോൾ അടുത്ത കൊല്ലം ആകുമ്പോൾ I might have 30,000. അപ്പൊ ഈ 20,000 is already there. അപ്പൊ ആ ഒരു ഡെൽറ്റ അല്ല എടുക്കുക, മൊത്തം എടുക്കുക. Okay. Same thing for, maybe it's more clearer on gold. So I have 100 pound in there. Okay. So I pay, and I'm not, selling it. It's, using that, right? Okay. Other column 2.5 next year also 2.5. It continues. Yeah, because the value, it's a growing asset, right? Gold it is an asset that it is growing, right? Correct. Gold in the value കൂടുതൽ, and anytime you want to sell it, that's a liquid cash for you, right? അപ്പം എവറി ഇയർ യു ആർ ഗെറ്റിംഗ്. അപ്പൊ അതാണ് നമ്മൾ സക്കാത്ത് നമ്മൾ കൊടുക്കും തോറും നമുക്ക് അള്ളാഹു കൂടുതൽ വർദ്ധിപ്പിച്ചു വരും. അതാണ് ദാറ്റ്സ് എ റിയൽ എവിഡൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കൊല്ലം 100 പവൻ ഉള്ളത് നമ്മൾ അടുത്ത കൊല്ലം ആകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് 120 പവൻ ഉണ്ടാവും. അപ്പൊ ഞാൻ 120 കൊടുക്കേണ്ടത്, അല്ലാതെ 20 കൊടുക്കേണ്ടത്, ഡെൽറ്റക്കല്ല കൊടുക്കേണ്ടത്. ഓക്കെ. അതേപോലെ another question which I have missed is about diamonds. ഡയമണ്ട്സും പ്രഷ്യസ് സ്റ്റോൺസും. സം ഓഫ് ദീസ് ഡയമണ്ട്സ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ ഗോൾഡ്. അപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഷുഡ് ഐ പേ ഫോർ ദി ഡയമണ്ട് ജ്വല്ലറി വിച്ച് ഐ എം യൂസിങ് ഫോർ മൈ പേഴ്സണൽ യൂസ് ആൻഡ് ഫോർ മൈ ഡെക്കറേഷൻ? അപ്പം മോസ്റ്റ് ഓഫ് ദി സ്കോളേഴ്സ് സേ നമ്മുടെ യൂസിനുള്ള ഡയമണ്ട് ജ്വല്ലറി ആണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സക്കാത്തബിൾ. ഹവർ, അത് മനസ്സിലാക്കണം, ഹവർ ഇഫ് ദാറ്റ് ഡയമണ്ട് ജ്വല്ലറി ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഫോർ സെയിൽ, അപ്പൊ ഐ വോണ്ട് ടു സേ, എന്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും മറിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്, ആ നിയത്തോടു കൂടി വാങ്ങിയതാണ്, ഓർ ഐ കുഡ് ബി എ എന്താ പറയാ, എ ട്രേഡർ ഫോർ ഡയമണ്ട് ജ്വല്ലറി. സോ വെനെവർ ഐ ഗെറ്റ് better price, I will sell it, and it's growing, price is growing also. അങ്ങനത്തെ കേസ് ആണെങ്കിൽ I should pay, മനസ്സിലായില്ലേ, മാർക്കറ്റ് വാല്യൂ. So it all depends upon what is your intention. If it's only for your personal use, you're not going to sell it, okay, then it's not zakatable. But if it is something that you are going to trade, and make money out of it, then it's zakatable. അതാണ് ഈ ഡയമണ്ടും റൂബി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാര്യം. There's another question from Nabil. If I loaned out few golds to another person to clear his debts and in promise that he will return the gold in future, should that gold be considered in my zakat calculation? Again, it can be gold, it can be money, it can be anything. But if you're sure that you will get it back, അയാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്, പക്ഷേ I'm sure he will give me back. അയാൾ എന്തായാലും തരും, എന്നെ പറ്റിക്കുന്ന ആളല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ you have to add it to your zakatable assets. But അയാൾ പറയാണ്, സോറി ഐ കനോട്ട് പേ ഇറ്റ്, സോറി, ഐ മീൻ അങ്ങനെ എനിക്ക് പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ, ആൻഡ് യു ആർ ഷുവർ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ബാക്ക്, അങ്ങനത്തെ കേസ് ഉണ്ടാവുമല്ലോ, ബാഡ് ഡെറ്റ്സ്, അങ്ങനെയാണെങ്കിൽ യു ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു അക്കൗണ്ട്.
അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് തിരിച്ചു തരാനുള്ള ക്യാഷ് നമ്മളെ ഒരു ഡേറ്റിനെ, അതായത് നമ്മൾ സക്കാത്ത് കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ സക്കാത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ 15-ാം തീയതി റമദാൻ 15-ാം തീയതി കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഫ്രണ്ട് പറയാണ് ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ടേ പൈസ തരുള്ളൂ. ഓക്കെ, അങ്ങനത്തെ കേസ് അല്ലേ പറഞ്ഞ അല്ലേ? അങ്ങനത്തെ കേസാണ് നിങ്ങൾക്ക് യു ആർ ഷുവർ 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിന്റെ ഉള്ളിൽ ബിഫോർ നെക്സ്റ്റ് റമദാൻ ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്നുള്ള ഒരു അഷുറൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ഇറ്റ് ടു ദി കറന്റ് കാൽക്കുലേഷൻ ബിക്കോസ് ദാറ്റ് ഈസ് എ ഡെഫിനറ്റ് അസെറ്റ്. See, that's where the niyat plays into account. നമ്മുടെ നിയത്ത് അതാണ്. അപ്പൊ നമ്മുടെ നിയത്ത് ഇതായിരിക്കണം, എൻ്റെ അടുത്തുള്ള എല്ലാ അസറ്റ്സിന്റെയും ഐ വിൽ പേ ദിസ് മച്ച്, വൈ ഐ ഹാവ് ടു പ്യൂരിഫൈ മൈ വെൽത്ത് അല്ലെ, ആൻഡ് യു ആർ ഷുവർ യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 കൊല്ലമായിട്ടും കിട്ടൂല എന്നുള്ള കാര്യമാണെങ്കിൽ then you don't need to consider. Okay. Any other questions? എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നല്ലേ സമത്ത്? Yes, almost all the points you covered, all the questions you covered, and moreover it's an inspiration for all of us. It encourages us because the point which you mentioned, that is very important. 40% we are all accountable for all our actions and deeds, and 40% is about zakat. That is, it's thought provoking really. It's alarming. So we all should be very much careful about zakah, and we are all accountable, and we all are educated, and we should have our separate sheet for our expenses, and we must keep a balance sheet for us every month, and daily basis or every month, definitely as a summary, and based on that we should pay our zakah. And towards this, in our last meeting, there was a discussion and there was a suggestion. As per that suggestion, we have the portal, and it is still in a budding stage. So when we are developing the portal, we will tag these sheets and all in the portal so that we can use the same sheet or we can modify. So we'll support that way. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു, രണ്ടാൾ കൈ പൊക്കിയുണ്ട്, അതും കൂടെ എടുക്കാം അല്ലെ? ഇൻഷാല്ലാ. Of course. ചോദിച്ചോളൂ, യൂസുഫ് കെയും സാബു അല്ലേ? ചോദിച്ചോളൂ ഇൻഷാല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ വർത്താനൊക്കെ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കുറെ കാലമായിട്ട് കാണുന്നത്. യൂസുഫ് ക നമ്മൾ സീനിയർ ആണ്, ആർക്കിടെക്ട് ആണ്, സൗദിയിൽ വർക്ക് ചെയ്യാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. Anyway, first of all, thank you so much for organizing this. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അജീഷ്. പിന്നെ എനിക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ലൈവ് സ്റ്റോക്കിന്റെ, ഈ ആനിമൽസിന്റെ സക്കാത്ത് ഉണ്ടല്ലോ, അതിന്റെ വല്ല ടേബിൾ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഉണ്ട്. ആനിമൽസിന്റെ കംപ്ലീറ്റ് ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ ഒരു പുസ്തകത്തിനകത്ത് ഒരു എൻറ്റയർ ചാപ്റ്റർ ഉണ്ട് ലൈഫ് സ്റ്റോക്കിനെ കുറിച്ചിട്ട്. ഓരോ കേസും പറയുന്നുണ്ട്, ഓരോരോ സിനാരിയോ പറയുന്നുണ്ട്. ഇപ്പം ഇതാണെങ്കിൽ, ആടാണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഞാൻ യൂസുഫ്ക്ക് ഷെയർ ചെയ്യും, ഇങ്ങനത്തെ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ക്യാമൽ ആണെങ്കിൽ ഉള്ളത്, പിന്നെ അതേമാതിരി ഓരോ വയസ്സായ 2 വയസ്സായ പെണ്ണൊട്ടകം, അങ്ങനെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാട്, പിന്നെ അതിന്റെ ഒരു സമ്മറി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സമ്മറൈസ് ചെയ്ത് അയച്ചുതരാം. ആക്ച്വലി ഗ്രൂപ്പ് ഒക്കെ വിടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് യൂസ്ഫുൾ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് അതിന്റെ സക്കാത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഈ ഇറിഗേറ്റഡ് ആൻഡ് നോൺ ഇറിഗേറ്റഡ് അല്ലാതെ വേറെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? അല്ലാതെ ഒരുപാടുണ്ട്. ആക്ച്വലി ഞാനത് ഡീറ്റെയിലിൽ പോയിട്ടില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് ഇതേപോലെ കുറെ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ രണ്ട് സംഗതിയുടെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള എക്സൽ ഷീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പലർക്കും. അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു. വലൈക്കും സലാം.
അജീഷ് ഭായ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മളിപ്പോ സ്റ്റോക്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഈ ഇയറിൽ ലെറ്റ്സ് സേ ലൈക് 2024 I invest like 100,000 in the stock. Okay. And അല്ലെങ്കിൽ ലെറ്റ്സ് സേ 2020 I invested in the stock. And 2021 it went up. Maybe 100,000 it went up by 10%. So 110,000. And in 2021, 2022 it again went up. And 2023 it fell. Again, let's say 5% it fell. And 2024 it again went down by 5%. And so let's take it that. But 2024 we will just calculate, see how it is. So initial first 2 years it went up 10%, 10% it went up. And then in the next consecutive years it went down by 5% each. Okay. So let's say like 20. So every year, let's say like 2021 what will be the zakat every year? Like what will be the zakat that I will be having to give? For example, for 2021 നമ്മൾ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ 10% കൂടിയപ്പോൾ 110,000 ആയി. Okay, into 2.5. അതിന്റെ 2.5. Okay. എന്നിട്ട് നമ്മൾ 2022 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ദി സെയിം സ്റ്റോക്ക്? 120,000 ആയിരിക്കും ചിലപ്പോൾ. 110 ന്റെ 10% again it grew in 2022. Yeah. So whatever is the value of that stock at that particular time when you 121,000 down. So 2.5%. 2.5%. And again it fell by 5%. Okay. Which is 6050, and it fell down. Up 115,000 approximately varum. Okay. So up 2023 115,000. Okay. So again I am paying 115,000 into 2.5. Exactly. എല്ലാ കൊല്ലവും ഇത് കൊടുക്കണം. Okay, irrespective of whether it gains or falls, whatever is the value that you will be getting while encashing in that particular year, financial year where you are calculating in that period, our period calculation encashment value and such that you have to give. കാരണം അതിന്റെ ബേസിക് അതിന്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ സാബു, നമ്മളിപ്പോ ഏത് സമയത്താണോ നമ്മളിപ്പോ അത് സെല് ചെയ്യുന്നത് ആ സമയത്ത് അതിനുള്ള വാല്യൂ ആണല്ലോ അപ്പൊ നമ്മൾ സക്കാത്തബിൾ എന്ന് പറയുന്നത്, അല്ലേ? സാബുവിനോട് ചോദ്യം ചോദിക്കുക, ഈ ഒരു പെർട്ടിക്കുലർ ടൈമില് നിങ്ങളെടുത്ത് ഉണ്ടായിരുന്ന അസറ്റിന് നിങ്ങൾ സക്കാത്ത് കൊടുത്താന്നാ ചോദിക്കുക, അല്ലെ? അപ്പൊ ഓരോ കൊല്ലം എത്രയാണോ വാട്ടെവർ ഇറ്റ് ഇസ്, കൊറോണ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പം സക്കാത്ത് ഡെഫിനറ്റ്ലി ഇത് സക്കാത്ത് കാൽക്കുലേഷൻ ഓൾസോ കുറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ വെരി ഫെയർ കാൽക്കുലേഷൻ. ആ സമയത്ത് നമ്മളെടുത്ത് എത്രയാണോ ഉള്ളത് വാല്യൂ, അതിന്റെ വാല്യൂന്റെ 2.5 എന്നാണ് അധിക സ്കോളേഴ്സും പറഞ്ഞത്. ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്തവരൊക്കെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാനത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എവറി ഇയർ റൈസ് ആൻഡ് ഫോൾ സംഭവിക്കുന്നുണ്ട് ആണ് ഞാനത് ചോദിക്കാൻ കാരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇസ് റിമൈനിങ് ദ സെയിം. Capital you are invested 100,000 over there, and the gain is like only 10% over there. So the into 110,000 in the Vartano, whether you are going to give or whether it is on the gain that you are achieving over there. Then when it is falling, what will be the calculation? That is what. But you made it clear that saying that irrespective whether it is gaining or falling, that overall capital what you will be gaining while encashing at that particular time is the amount that you have to consider. Similar to our bank account also. Bank account ചിലപ്പോൾ എല്ലാ കൊല്ലവും ഒരേപോലെ നമ്മുടെ അടുത്ത് സേവിങ്സ് ഉണ്ടാവണമെന്നില്ലല്ലോ. ചില സമയത്ത് ഒരു കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ it can go up, it can go down. Okay, bank account, I think what the other person, Nabil or somebody was asking, what he was asking is like, ee varsham, like at the end of while I'm calculating 10,000 is the balance left. So next year for that 12-month period I am again accumulating 20,000. So 10,000 plus 20,000 will be the amount that will be left over with me at the end of the next year. So I will have to calculate 30,000 basis. So 10,000 irrespective whether you gave it for the last year, 2,500, sorry, 250 you gave last year or 2,500 you gave last year. No, irrespective of that, you have to add that remaining 9,000 plus into this year's this thing, and then you have to calculate based on that. Exactly. സാബു പറഞ്ഞപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടോ ശരിക്കും? Okay, നേരത്തെ എനിക്ക് I am not sure whether they got it clear. Because I was also getting slightly confused, so I just wanted to clarify. This is the correct explanation. Thank you. Okay. Thank you. Jazakallah khair. Any other questions?
ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സ്പെസിഫിക് കേസസ് ഉണ്ടല്ലോ, ഇപ്പം ഓരോ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, എന്താണ് എന്താ ക്യാരി ഓൺ കെയർ, അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഓരോ കേസ്, സ്പെസിഫിക് കേസിലുള്ള കാര്യങ്ങളൊക്കെ വി ഹാവ് ടു കൺസൾട്ട് ആ ഒരു ലോക്കൽ എന്താണ് ഫിഖ് കൗൺസിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ UAE-യിലാണെങ്കിൽ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. അതേപോലെ എനിക്ക് ഐ എം ഷുവർ ഇൻ അതർ കൺട്രീസ് ദേ വിൽ ഹാവ് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ഹു ആർ സ്പെസിഫിക്കലി, കാരണം ഇത് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പുതിയ ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി, അങ്ങനത്തെ ഓരോരോ പുതിയ ഫിനാൻഷ്യൽ ടൂൾസ് ആർ ദെയർ അല്ലേ. അപ്പോൾ വി ഹാവ് ടു കീപ് അപ്ഡേറ്റിംഗ്. അപ്പം വാട്ട് ദീസ് സ്കോളേഴ്സ് ഡു ഇസ് ദാറ്റ് ദേ ഫോം എ കമ്മിറ്റി, ദേ മീറ്റ് എവറി ഇയർ, every year, and they come up with these calculations and all these things. അപ്പോൾ we have to be up to date അല്ലേ. അത് നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അല്ലേ. സമദ് ഒന്ന് കൺക്ലൂഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ ഒരു ചാൻസ് തന്ന ICC ഗ്രൂപ്പിന് നന്ദി. അൽഹംദുലില്ലാഹ് പഠിച്ചവൻ ഇങ്ങനെ ഒരു നോളജ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് ലെറ്റ്സ് ഷെയർ ദി നോളജ് ടു അതേഴ്സ് ആൻഡ് ലെറ്റ്സ് ലേൺ ഓൾസോ ഇൻഷാ അല്ലാഹ്. ഒരു ആപ്പ് ഉണ്ടായിരുന്നു അജീഷ്, ബൈത്തുസക്കാത്ത്. അത് ഞാൻ ഇതിലിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈത്തുസക്കാത്ത് എന്റെ സ്ലൈഡിലുണ്ട്, റെഫറൻസസിൽ കൊടുത്തിട്ടുണ്ട്, ആപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എന്താണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെയും ഐഫോണിന്റെയും ഒക്കെ ലിങ്ക് ഇതിനകത്തുണ്ട്. സ്ലൈഡിലുണ്ട്, എന്റെ സ്ലൈഡിനകത്ത്. നമുക്ക് ഈ സ്ലൈഡ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ സമദ്. അതേപോലെ മറ്റേ ലൈഫ് സ്റ്റോക്കിന്റെ അഗ്രികൾച്ചറിന്റെ അത് റൈറ്റപ്പും ഞാൻ അറേഞ്ച് ചെയ്യാം. Excel sheet itself we will share. Yeah. Inshallah. Inshallah, we'll come up with other sessions, and we are planning to conduct a quiz competition during this Ramadan. So if there is any sponsors, they can come up. And also we are planning to coordinate some other speeches also. We are trying. We are not assuring. We are trying, inshallah. Any other matters, Rafi? ഇല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay. May Allah accept this session enrolled from us. Inshallah, we'll come up with more sessions. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. Thank you, Ajish. Thank you. جزاك الله خير. وإياكم. السلام عليكم. Salam.